ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ. അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു. ഹലോ എവരിവൺ, നിങ്ങളിപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാനെന്ന് വലിയ സംഭവം കാണിച്ചിട്ടാണ് എനിക്ക് മെഡലൊക്കെ കിട്ടിയത്. ഒരു കാര്യമില്ല കേസ്, എനിക്ക് ഒട്ടും അറിയാത്തൊരു സാധനത്തിന് പോയിട്ടാണ് ഞാൻ ഈ മെഡലൊക്കെ മേടിച്ചെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടില്ലേ? അതെ, ഞെട്ടണം. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ ബാച്ചിലറാ, എന്റെ അച്ഛനും ഒരു ബാച്ചിലറാണ്. ഫുട്ബോളിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഞാൻ അത്യാവശ്യം കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, ഒട്ടും പിന്നിലേക്കൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ആ ഫ്രണ്ട് നിൽക്കുന്ന പർപ്പിൾ ഉടുപ്പിട്ട് അവൾ കളിക്കാനൊക്കെ അറിയാവുന്നവളായിരുന്നു. അവളുടെ ഗോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞത് ഈ ഫസ്റ്റ് ഹാഫ് ആയപ്പോഴത്തേക്കും കണ്ണം വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ കിടന്ന് ഓടുന്നതല്ല കളി, നീ ഗോളടിക്കുന്ന അവിടെ നിൽക്ക്, ബോൾ വരുമ്പോൾ നീ അങ്ങോട്ട് അടിച്ചിടുന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം കേട്ടിട്ട് ഓക്കെ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കളിക്കാറിറങ്ങുമ്പോഴത്തേക്ക് ഇതൊക്കെ മറന്നു. ഞാൻ അതിൻ്റെ പുറകെ കിടന്ന് ഇങ്ങനെ ഓടും ബോളിൻ്റെ പുറകിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിത് ടീമായിട്ട് ഇത് ഭയങ്കര അവർക്ക് വിട്ട് കൊടുക്കരുത്, അവരെ ഗോളടിക്കാൻ സമ്മതിക്കരുത്, ഡിഫെൻഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് നിന്ന് അവസാനം ഞങ്ങളുടെ ടീം തന്നെയാണ് ജയിച്ചത് ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വരുന്നുണ്ട്, വന്ന് കണ്ടൊരു ഹൈഫൈ ഒക്കെ ഇത് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മളിത് അവിടെ വന്ന് അഭിപ്രായമൊക്കെ ചോദിക്കുകയാണ്. അവന്മാർ പറഞ്ഞ കളിയൊക്കെ സൂപ്പറായിരുന്നു എന്ന് എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞത് ഞങ്ങൾക്ക് മെഡലൊക്കെ തരാൻ വേണ്ടിയിട്ട് സെലിബ്രിറ്റീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരാണ് നമുക്ക് മെഡലൊക്കെ ഇട്ട് തന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ ട്രോഫിയൊക്കെ തന്നു. നമ്മളങ്ങനെ പിന്നെ തിരിച്ചു പോയി. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ഫുട്ബോൾ അറിയാത്ത എനിക്ക് ഒരു ചെറിയ എക്സ്പീരിയൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ.